തെക്കൻ ജില്ലയിൽ തെക്കൻ മേഖലയിൽ 2 ജില്ലകളിലാണ് ഒന്നാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. കൊല്ലവും അതോടൊപ്പം തിരുവനന്തപുരവും. തിരുവനന്തപുരത്തിന്റെ വിശേഷങ്ങളുമായി ജിതിൻ ചന്ദ്രൻ. ജിതിൻ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാനം ഏതു തരത്തിലാണ്? മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വോട്ടിംഗ് ശതമാനം 70 കടന്നിരിക്കുന്നു. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 69.28 ആയിരുന്നു തിരുവനന്തപുരത്തെ വോട്ടിംഗ് ശതമാനം. അതും കടന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം മുന്നേറുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാവിലെ പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ വളരെ മന്ദഗതിയിലായിരുന്നു തിരുവനന്തപുരത്ത് പോളിംഗ് പുരോഗമിച്ചിരുന്നത്. കാരണം ശക്തമായ മഴയായിരുന്നു. ഏകദേശം രാവിലെ പോളിംഗിൻ്റെ 3-4 മണിക്കൂറുകൾ ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരത്ത് പെയ്തിരുന്നത്. അത് പോളിംഗിനെ കാര്യമായി തന്നെ ആദ്യ മണിക്കൂറുകൾ ബാധിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കുറവായിരുന്നു ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് നില. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴ മാറി മാനം തെളിഞ്ഞപ്പോൾ ക്രമാനുഗതമായ നല്ല തോതിലുള്ള വർധനവ് തന്നെ പോളിംഗിൽ ഉണ്ടായി. അത് ഇപ്പോൾ 70 കടക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ 2010 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ നല്ല പോളിംഗ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ശരാശരി 65-ലേറെ തന്നെ പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നല്ല പോളിംഗ് തന്നെയാണ് കോർപ്പറേഷൻ ഡിവിഷനുകളിലെ എല്ലാ ബൂത്തുകളിലും നടക്കുന്നത്. തിരുവനന്തപുരത്തെ മറ്റ് നഗരസഭകളിലും സമാന അവസ്ഥ തന്നെയാണുള്ളത്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, വർക്കല എന്നീ 4 നഗരസഭകളിലും മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 68-69 എന്ന ശരാശരി പോളിംഗ് നിരക്കാണ് ഈ 4 നഗരസഭകളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഗ്രാമീണ മേഖലയിൽ സമാനാവസ്ഥ തന്നെയായിരുന്നു. രാവിലെ പോളിംഗ് മന്ദഗതിയിലായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയുടെ എല്ലായിടങ്ങളിലും പോളിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അത് മികച്ച പോളിംഗ് എന്ന് പറയാവുന്ന രീതിയിൽ 70 കടന്നിരിക്കുന്നു. ഇപ്പോൾ 2010 തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല പോളിംഗ് തന്നെ ഈ വർഷം ഉണ്ടായിരിക്കുന്നു. പ്രദീപ്. യെസ്, തിരുവനന്തപുരത്തും മികച്ച പോളിംഗ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ 70% പോളിംഗ് രേഖപ്പെടുത്തിയതായും ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും. BRM ഷഫീറിലേക്ക്. ഷഫീർ, ഒരു മികച്ചൊരു പോളിംഗ് ഇപ്പോൾ പോളിംഗ് പേഴ്സൻറ്റേജ് ആണ് ഇപ്പോൾ കണക്കാക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തേത് നോക്കുമ്പോൾ ഈ പോളിംഗ് പേഴ്സൻറ്റേജ് അത് തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കുറഞ്ഞു നിന്നു. ഉച്ചയ്ക്ക് മുമ്പ് കാലാവസ്ഥയാണ് അതിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. ഇപ്പോഴത്തെ പോളിംഗ് പേഴ്സൻറ്റേജ് അത് UDFന്റെ പ്രതീക്ഷകൾ അത് ഏതു തരത്തിലായിരിക്കും? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2005 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 51% പോളിംഗ് മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ശ്രീ കെ കരുണാകരനോടൊപ്പം കുറേ ആളുകൾ പുറത്തു ഉണ്ടായ രാഷ്ട്രീയപരമായ പല അനിശ്ചിതാവസ്ഥയും ഉണ്ടായപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വന്ന് രേഖപ്പെടുത്തുന്നതിലുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ 2010 69.29% വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ പോലും ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് നഗരസഭാ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. 2 മുനിസിപ്പാലിറ്റികളിൽ ഭരണത്തിൽ വന്നു. 100-ൽ പരം പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം 70% പഞ്ചായത്തുകളിലും ഭരണത്തിൽ വന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. പോളിംഗ് പെർസെൻറ്റിൽ വന്ന ഈ വേരിയേഷൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും രാവിലെ മുതൽ ഇങ്ങോട്ട് പോളിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അവധികൾ സർക്കാർ ഉദ്യോഗസ്ഥர்கள் അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2010 ഞങ്ങൾക്കുണ്ടായതിനേക്കാൾ മികച്ച പോളിംഗ് 2010 തന്നെ 69.27% പോളിംഗ് നടന്നപ്പോൾ തന്നെ ഉണ്ടായ മികച്ച വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം ജില്ലയിലുണ്ടായി. ഇപ്പോൾ അതിനെയും കവച്ചു വയ്ക്കുന്ന പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ തീരദേശ മേഖലയിലടക്കം, തോട്ടം മേഖലയിലടക്കം, നഗരസഭകളിലടക്കം കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വലിയ പ്രതീക്ഷ നൽകുന്ന പോളിംഗ് ശതമാനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെ വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭ 25 കൊല്ലത്തിന് ശേഷം പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷ. ഷഫീർ, ഇത്തരം പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് മാത്രം ഞാനിപ്പോൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എടുത്തു പറയുകയാണ്. സംസ്ഥാനത്ത് മൊത്തം ഒരു ബദൽ പാർട്ടി സംവിധാനത്തിൽ വന്നിട്ടുള്ള വിമതർ, അത് UDFനെ ഏതു തരത്തിലായിരിക്കും ഈ പ്രതീക്ഷകൾ? ഒരുപക്ഷെ 2010 കുറിച്ച് നാം പറയുമ്പോൾ ഇങ്ങനെയല്ല, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു, വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഗ്രൂപ്പ് കേന്ദ്രീകൃതമായി സംസ്ഥാനത്ത് മൊത്തമായി എല്ലാ ജില്ലകളിലും, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായി തന്നെ ഇത്തരം വിമത നീക്കങ്ങളെ അല്ലെങ്കിൽ വിമത സാന്നിധ്യത്തെ ഏതു തരത്തിലായിരിക്കും UDF കാണുക, പ്രത്യേകിച്ച് കോൺഗ്രസ്? കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വിമത പ്രവർത്തനമൊന്നും ഇപ്പോൾ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2005-ലും 2010-ലുമൊക്കെ ഗ്രൂപ്പിസം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ
ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ തന്നെയാണ് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വാർഡിൽ നമ്മളൊരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ വരുമ്പോൾ അവിടെ 5-6 ആളുകൾ ഇതുപോലെ സ്ഥാനാർത്ഥിയാകാൻ മികച്ച കാൻഡിഡേറ്റുകളുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചില സ്ഥലങ്ങളിൽ വിമത പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സ്വതന്ത്രന്മാരുടെയും വിമതന്മാരുടെയും അവരുടെ പ്രയോറിറ്റി നഷ്ടപ്പെട്ടു പോവുകയും അവിടെ ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ അതെങ്ങനെയാണ് ഷഫീർ എനിക്ക് മനസ്സിലാകാത്തത്? ഈ പ്രയോറിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നിടത്ത് പല സ്ഥലത്തും ഇപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ അടക്കം പല ജില്ലകളിലും നാം സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ UDF വിമതരെ കണക്കാക്കുകയാണെങ്കിൽ മലപ്പുറത്ത് മറ്റൊരു ചിത്രമായിരിക്കും. അത് പക്ഷേ ലീഗും കോൺഗ്രസും വേർവേർ. അവിടുത്തെ മലപ്പുറം നമുക്ക് ആ രീതിയിൽ ഒഴിച്ചു നിർത്താം. കോൺഗ്രസിനകത്ത വിമത ശല്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് എന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഞാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പറയുന്നതല്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ തന്നെ പറയുന്നു, ഇവരെ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഇന്ദിരാഭവന്റെ KPCC പ്രസിഡന്റിന്റെ മുറിക്ക് ഉള്ളിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന തരത്തിലേക്ക് ഒരു ഗ്രൂപ്പ് യുദ്ധം മാറുന്നുവെങ്കിൽ ഞാനതിന് മറുപടി പറയാം. പ്രദീപ് അതിനെ വളച്ചൊടിക്കേണ്ട. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് റൂമിന്റെ മുമ്പിൽ പ്രതിഷേധവുമായിട്ട് വന്നത് ആരാ? ഇവിടെ നമ്മുടെ മുക്കുന്നിമല, തിരുവനന്തപുരം ജില്ലയിലെ എണ്ണപ്പെട്ട ധാതുഖനന പ്രദേശമായ മുക്കുന്നിമലയിൽ അവിടുത്തെ ഖനനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ലോബികളുമായിട്ട് ഒത്തുകളിച്ച് വിജിലൻസ് കേസുകളിൽ പ്രതിയായ ആളുകളെ മാറ്റി നിർത്തണമെന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് സർക്കുലർ മുഖാന്തരം ആവശ്യപ്പെട്ടപ്പോൾ അവർ പ്രതിഷേധവുമായിട്ട് വന്നെങ്കിൽ അവരെ പാർട്ടി അതൊരു തരത്തിലും വിമതമോ ഗ്രൂപ്പ് പ്രവർത്തനമായിട്ടില്ല. എന്റെ സംശയവും അവിടെയാണ്. KPCC പ്രസിഡന്റ് സർക്കുലർ ഇറക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ പാടില്ല സ്ഥാനാർത്ഥികൾ. ഞാൻ പോയിന്റ് ചെയ്യുന്നതും അവിടെയാണ്. പിന്നെ എന്തുകൊണ്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്, ആ പഞ്ചായത്ത് പ്രസിഡന്റിന് ആദ്യം സീറ്റ് അവിടെ വാഗ്ദാനം ചെയ്യുന്നു, അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമാകുന്നു, അതിനുശേഷം അവിടെ ക്ലാഷ് ഉണ്ടായത് അങ്ങനെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക ചിഹ്നം നൽകുന്നില്ല. ചിഹ്നം നൽകാത്തതിന് കാരണമായി പറയുന്നത് KPCC പ്രസിഡന്റിന്റെ സർക്കുലർ. പക്ഷെ എങ്ങനെയാണ് അവിടെ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രചരണ രംഗത്ത് സജീവമായി? ആ ചോദ്യം ഷഫീറിനോട് എനിക്ക് ചോദിക്കാനുള്ളതും ഈ AI ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗം KPCC പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ലേ? ആ സംശയം എല്ലാവരും. അവിടെ ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നമല്ല. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ശ്രീ VD സതീശൻ നേതൃത്വത്തിലുള്ള ഒരു 7-അംഗ സമിതിയെ വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളാക്കേണ്ടവരുടെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചൊരു നോംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാക്കി. ആ നോംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിരുന്നു, ക്രിമിനൽ കേസുകളിൽ പ്രത്യേകിച്ചും വിജിലൻസ് കേസുകളിൽ പ്രതിയായിട്ടുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടതില്ല. കേരളത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ ആ നോംസ് കർശനമായി പാലിക്കണമെന്ന് KPCCയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. ആ നോംസ് പ്രകാരമാണ് പള്ളിച്ചൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് സീറ്റ് നിഷേധിച്ചത്. അതിലൊരു ഗ്രൂപ്പിസവും ഇല്ല. അദ്ദേഹം ഏത് ഗ്രൂപ്പാണെന്നുള്ളത് പോലും ഞങ്ങൾക്ക് വ്യക്തമല്ല. ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പിസവും ഇല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തറിയോ? ഇവിടെ ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ അധികം ഉണ്ടായപ്പോൾ ചില ഗ്രൂപ്പ് ഇഷ്യൂസിൽ 1-2 സ്ഥലങ്ങളിൽ വിമത പ്രവർത്തനം, അതെല്ലാം കേരളത്തിലെ UDF-ന്റെ തിരിച്ചു ചോദിക്കട്ടെ. ഇവിടെ എല്ലാ കുഴപ്പങ്ങളും കോൺഗ്രസിലാണെന്ന് പ്രദീപ് സ്ഥാപിക്കേണ്ട. ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിലേക്ക് വരാം, BJP-യിലേക്ക് വരാം. എന്റെ ഒരു ചോദ്യം ഷഫീർ സ്പെസിഫിക് ആണ്. മാധ്യമ സൃഷ്ടി എന്ന് താങ്കൾ പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവസ്ഥയല്ല ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തിലെ ജില്ലാ ബേസിൽ. എന്റെ ചോദ്യം, താങ്കൾ പറയുന്നത് 2010-ൽ താങ്കളോട് ഞാൻ യോജിക്കുകയാണ്, വ്യക്തി കേന്ദ്രീകൃതമായി കോൺഗ്രസിന്റെ ചില നേതാക്കൾ പ്രാദേശിക തലത്തിൽ നീക്കുപോക്കുകൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു വിഭാഗം ഒരു സമാന്തര പാർട്ടി പോലെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ വിമത പ്രവർത്തനം 2015-ൽ കാണുന്നു. അതിനെ ഏതു തരത്തിൽ അഡ്രസ് ചെയ്യാൻ കഴിയുന്നു? ഷഫീറിന് ഒരുപക്ഷെ കുറച്ച് ആധികാരികമായി പറയാൻ കഴിയും. കാരണം KPCC പ്രസിഡന്റിനോട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ KPCC പ്രസിഡന്റിനെ പൂർണ്ണമായും ധിക്കരിക്കുന്ന ഒരു രീതി കോൺഗ്രസിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? ഒരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ഈ സമാന രീതിയിൽ താങ്കൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ജില്ലകളിലും വലിയൊരു വിഭാഗം ഒരു ടീമായി കോൺഗ്രസ് റിബലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്താൽ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ 100 സീറ്റാ. എത്ര സീറ്റിലാണ് വിമതന്മാരുള്ളത്? പ്രതിയോട് ചോദിക്കാം. 3-ൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് വിമത പരിവേഷവുമായിട്ട് ആളുകൾ. അങ്ങനെയാണെങ്കിൽ കാസർഗോഡും കണ്ണൂരും കോട്ടയത്തും UDF തങ്ങളുടെ അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വികസനത്തിന്റെ അജണ്ട എന്നും മറ്റും പ്രചരണം നടത്തുമ്പോൾ തന്നെ രൂക്ഷമാകുന്ന വിലക്കയറ്റം,
അതോടൊപ്പം പ്രാദേശിക വികസനത്തിൽ സംബന്ധിച്ച് UDF മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളൊക്കെയും ചോദ്യം ചെയ്യുന്നത് പ്രതിപക്ഷ കക്ഷികളാണോ അതോ സ്വന്തം പാർട്ടിയിലെയും സ്വന്തം മുന്നണിയിലെയും വിമത ശബ്ദമാണോ? ഒന്നാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഏറ്റവും പ്രാധാന്യവും വാശിയേറിയ മത്സരവും നടക്കുന്ന ജില്ലകളിൽ ഒന്ന് മലബാറിൽ നിന്ന് കാസർഗോഡ് നിന്നും സണ്ണി ജോസഫിന്റെ റിപ്പോർട്ടിലേക്ക്. ദീപ്, കാസർഗോഡ് ജില്ലയിൽ പൊതുവെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ നല്ല കാലാവസ്ഥയുണ്ടായിരുന്നിട്ടും വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിൽ തന്നെയായിരുന്നു. മിക്കവാറും കാസർഗോഡ് നഗരത്തിലെ മിക്കവാറും ബൂത്തുകളിലും ക്യൂ കാണാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കാസർഗോഡ് നായന്മാർ മൂലയിലെ TIHS സ്കൂളിൽ ബൂത്തിൽ ഒറ്റയാളെ പോലും ക്യൂ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. കാസർഗോഡ് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ 55% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കാസർഗോട്ടെ വോട്ട് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലായിട്ടാണ് അനുഭവപ്പെട്ടത്. പൊതുവെ സമാധാനപരമായിരുന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന CPM കോൺഗ്രസ് സംഘർഷം ഒഴിച്ചാൽ മറ്റ് മേഖലകളിൽ എവിടെയും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 3 പേർ കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനിടയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. 2561 സ്ഥാനാർത്ഥികളുടെ ഭാവിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നിർണ്ണയിക്കുന്നത്. 51 പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിരുന്നെങ്കിലും എവിടെയും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. 3030 പോലീസുകാരെ പ്രത്യേകം ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. ഇതിൽ കർണാടകയിൽ നിന്നുള്ള 2 കമ്പനി പോലീസ് സേനയും ഉൾപ്പെടുന്നു. സണ്ണി ജോസഫ് കാസർഗോഡ് നിന്നും. വളരെ വാശിയേറിയ മത്സരം കാസർഗോഡും നടക്കുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ നഗരസഭകൾ അടക്കം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ 3 മുന്നണികളും വളരെ സജീവമായി പ്രചരണ രംഗത്ത് വോട്ടിംഗ് രീതിയിലും വോട്ടിംഗ് പെർസെൻറ്റേജിലും അത് തന്നെ കാണുന്നു.